ചികിത്സിക്കണം. എന്താണ് ആധുനിക ടെക്നോളജി, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. മക്കളില്ലാത്തൊരു ഭാര്യയ്ക്ക്, മക്കളില്ലാത്തൊരു ഭർത്താവിന് എന്തൊക്കെ ടെക്നോളജി, സയന്റിഫിക്കലി എന്തൊക്കെ മരുന്നുകളുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളുണ്ട്, എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണത്തിന്റെ ഏതറ്റം വരെ പോകാനും ആ ഭാര്യയും ഭർത്താവും തയ്യാറാവണം. കാരണം പരിശുദ്ധ ഇസ്ലാമിലെ കല്യാണം എന്ന് പറയുന്നത് മക്കളുണ്ടാവലാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിൽ കല്യാണം എന്ന് പറയുന്നത് മക്കളുണ്ടാവലാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്, പ്രസവിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം തന്നെ മക്കളുണ്ടാവണമെന്നാണ്. കുട്ടികളുണ്ടാവണം. കുട്ടികളുണ്ടാവാനാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. സന്താന പരമ്പരയുണ്ടാവണം. വ്യഭിചാരം നിഷിദ്ധമാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് മക്കളുണ്ടാവില്ല എന്നുള്ളതാണ്. വ്യഭിചാരത്തിലൂടെ മക്കളുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി മക്കളുണ്ടായാൽ തന്നെ ഉപ്പയേതെന്നറിയാത്ത മക്കളാ ഉണ്ടാവുക, അവിഹിത ചാരസന്തതികളാ ഉണ്ടാവുക. അവർ സമൂഹത്തിന്റെ ബാധ്യതയായിട്ടാ മാറുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവാഹം അല്ലാഹു വളരെ കർശനമായ നിർബന്ധം പോലെയുള്ള സുന്നത്താക്കി മാറ്റിയത് നമ്മൾക്ക് മക്കളുണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് തന്നെ ഒന്നിലൊതുക്കരുതേ, രണ്ടിലൊതുക്കരുതേ. മക്കൾ ഒരുപാട് ഉണ്ടാവാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ജുമുഅ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും 100 പ്രാവശ്യം ഈ ദിക്റ് പറഞ്ഞാൽ അവന്റെ 1,00,000 മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 1,24,000 പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും 100 പ്രാവശ്യം ഈ ദിക്റ് പറയണം. ഇൻഷാ അല്ലാഹ്. പോരാ, ഏതാ ദിക്റ്? സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി. നീ വലിയ ധൈര്യശാലിയൊക്കെ ആയിട്ട് മരണം വന്നപ്പം പേടിക്കണോ? മരണം വന്നപ്പം പേടിക്കുകയാണോ? ഉമർ പറഞ്ഞു, അലി, എനിക്ക് മരണത്തെ അല്ല ഭയം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനാണ് ഭയം. ഞാൻ എൻ്റെ പടച്ചവന്റെ മുമ്പിലാണ് പോകാൻ പോകുന്നത്. അവൻ എന്നെ പരിശോധിക്കുമ്പോൾ, കണക്ക് ചോദിക്കുമ്പോൾ എന്താകുമെന്ന ഭയപ്പെടാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് നിങ്ങളെ കുറിച്ചിട്ട് നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സാക്ഷിയാണ്. ഉമർ ആവശ്യത്തോടെ വയ്യാത്ത അവസ്ഥയിൽ എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ചു, അലി, ഈ പറഞ്ഞ വാക്ക് നാളെ പരലോകത്തെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ പറയുമോ? മഹ്ശറയിൽ നിങ്ങളിത് പറയുമോ? മഹ്ശറയിൽ നിങ്ങളിത് പറയും. അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, മഹ്ശറയിൽ ഞാൻ പറയുമെന്നല്ല, ഇതാ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന അഷ്റഫുൽ ഖൽഖിന്റെ തൊടയിലിരുന്ന് വളർന്ന പ്രിയപ്പെട്ട പൗത്രനായ പേരക്കിടാവായ ഹസനും ഞാനും ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷി. നിങ്ങൾ മഹാത്മാവാണെന്നതിൽ സംശയമില്ല. മകൻ ചവിട്ടിയ പാട് കാണിച്ചു തന്ന, അടയാളം മാഞ്ഞു പോകാതെ അത് കാണിച്ചു തന്ന ഉമ്മയുണ്ട് അവിടെ. നിങ്ങൾ വന്നാൽ സ്ത്രീകളുടെ വാർഡിലേക്ക് നിങ്ങൾ ചെന്നാൽ അവരെ കാണിച്ചു തരും. മരുമകളെ കൊണ്ട് ചട്ടുകം പഴിപ്പിച്ചിട്ട് കിടന്ന കിടപ്പിൽ മൂത്രവിസർജനം നടത്തിപ്പോയതിന്റെ പേരിൽ മരുമകളെ ചട്ടുകം പഴിപ്പിച്ചു വെക്കുമ്പോ കാലിന്റെ മുകളിൽ കയറ്റിയിരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മകന്റെ ഉമ്മയുണ്ടവിടെ. ഏത് ലോകത്തോടാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നിങ്ങൾ എത്ര പള്ളി വെച്ചാലും നിങ്ങൾ എന്തൊക്കെ ദീനി വിപ്ലവം നടത്തി എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയാലും നിങ്ങളെ ഓർത്തുകൊണ്ട് നീരസത്തോടെ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ വല്ലാഹി റബ്ബ് സത്യം നിങ്ങൾ രക്ഷപ്പെടൂല. ഖുർആനും ഹദീസും ചരിത്രവും അതിന് സാക്ഷിയാണ്. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നു. അയാളോട് പെരുമാറേണ്ട രീതി ഇസ്ലാം എങ്ങനെ പറയണത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുമ്പോൾ വീട്ടുകാരനാണ് ആദ്യം വാഷ് ബേസിന്റെ അടുത്ത് പോയി കൈ കഴുകേണ്ടത്. അതിന് അതിഥിക്ക് ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് വാഷ് ബേസ് എവിടെയാണെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതാണ് ലക്ഷ്യം. അതേസമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിഥിയാണ് ആദ്യം എഴുന്നേൽക്കേണ്ടത്, വീട്ടുകാരനല്ല. വീട്ടുകാരൻ ആദ്യം എഴുന്നേറ്റാൽ അതിഥിക്ക് തോന്നും ഞാൻ തിന്നല് നിർത്താനായി. അത് തോന്നിപ്പിക്കരുത്, അയാൾക്ക് വേണ്ടുവോളം തിന്നോട്ടെ. അപ്പൊ വീട്ടുകാരന് ഭക്ഷണം മതിയായെങ്കിലും അതിഥി എഴുന്നേൽക്കുന്നവർ അവിടെ ഇരുന്ന് കൊടുക്കണം. കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആള് ബിസ്മി ഉറക്ക ചൊല്ലി സുന്നത്ത ഒരാള്. അതിന് എല്ലാവർക്കും ആ സുന്നത്ത് ഓർമ്മിപ്പിക്കാന്. അതേസമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി എന്നുള്ള ദിക്റ് അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നുള്ള ദിക്റ് ഉറക്ക ചൊല്ലൽ സുന്നത്തില്ല. ആദ്യം എഴുന്നേൽക്കുന്ന ആൾ. അതെ, ആദ്യം എഴുന്നേൽക്കുന്ന ആൾ ഉറക്ക അൽഹംദുലില്ലാ എന്ന് എഴുതിയ ബാക്കിയുള്ളവർക്കൊക്കെ തോന്നും നമ്മളൊക്കെ തിന്നല് നിർത്താനായി. അത് വേണ്ട, ആരും പ്രയാസപ്പെടുത്തണ്ട. ഇത്ര സൗന്ദര്യമുള്ള ഒരു പ്രത്യാശാസ്ത്രം, ഇത്ര സൗന്ദര്യമുള്ള ആശയം വേറെ എവിടെയുള്ളത് നമ്മൾ പഠിക്കുന്നില്ലല്ലോ.